ക്രൈസ്തവ സമൂഹം വെളിപാട് പുസ്തകത്തിൽ സൂചിപ്പിച്ച രക്തസാക്ഷിത്വത്തിലേക്ക് നീങ്ങുന്നുവോ? ക്രിസ്തുമതം ലോകത്ത് നിന്ന് തുടച്ചു നീക്കുവാനുള്ള ശ്രമം എക്കാലത്തും നടന്നിട്ടുണ്ട്. ക്രിസ്താബ്ദം തുടങ്ങിയ നൂറ്റാണ്ട് മുതൽ ഇന്നുവരെ ക്രിസ്തുമതത്തിനെതിരെയുള്ള അടിച്ചമർത്തലുകളും പീഡനങ്ങളും ലോകത്ത് പല രാജ്യങ്ങളിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മതപീഡനം ക്രൈസ്തവരെ സംബന്ധിച്ച് പുതിയൊരു വാക്കൊന്നുമല്ല. ചോര പുരണ്ട വിശ്വാസങ്ങളുടെയും കല്ലുകൾ പിളരുന്ന നെടുവീർപ്പുകളുടെയും ചരിത്രരേഖകൾ ഒരുപാട് പറയാനുണ്ട് ക്രൈസ്തവർക്ക്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനായി ഇറങ്ങിപ്പുറപ്പെട്ട ആയിരക്കണക്കിന് മിഷണറിമാരും ക്രിസ്തുമതത്തിലേക്ക് കടന്നു വന്ന പതിനായിരക്കണക്കിന് വിശ്വാസികളും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുവാനോ ക്രിസ്തുമതം ഉപേക്ഷിക്കുവാനോ തയ്യാറായില്ലെന്ന ഒറ്റ കാരണത്താൽ കൊല്ലപ്പെട്ട് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിട്ടുണ്ട്. മതപീഡനത്തിന്റെ കാര്യത്തിൽ ആദിമ സഭയിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഇന്നത്തെ ആധുനിക സഭയും. ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗമാണ് ക്രൈസ്തവരെന്ന് അടുത്ത കാലത്തിറങ്ങിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ലോകമെങ്ങും മതത്തിന്റെ പേരിലുള്ള വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരാകുന്നവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ക്രൈസ്തവരാണ്. എടുത്തു പറയാൻ തക്ക പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്രൈസ്തവരെ ഇങ്ങനെ മറ്റുള്ളവർ പീഡിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നത്? ക്രിസ്തുവിനോടുള്ള വിദ്വേഷം മാത്രമാണ് അതിൻ്റെ കാരണം. അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഈശോ തന്നെ തൻ്റെ ശിഷ്യർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ. എല്ലാവരെയും സ്നേഹിക്കുകയും സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ചെയ്ത അവരുടെ ഗുരുവിനെ ദ്വേഷിക്കുന്നവരാണ് അവന്റെ അനുയായികളെയും ദ്വേഷിക്കുന്നതും. കാരണം അവനും അവനുള്ളവരും ലോകത്തിനുള്ളവരല്ല, ലോകത്തിൻ്റെതുമല്ല. അതിനാൽ ലോകത്തിൻ്റെതല്ലാത്തവരെ ലോകം ദ്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രൈസ്തവർക്കെതിരെയുള്ള മതപീഡനം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലൂടെ കടന്നു പോകുന്നുവെന്ന് എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡ് സംഘടനയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിന്റെ പിന്നിലുള്ള കാരണമായി അവരുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് IS, ബോക്കോ ഹറാം, വിവിധ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നിവരുടെ പ്രവർത്തനങ്ങളാണ്. എന്നാൽ ആത്മീയ വീക്ഷണത്തിൽ കാലത്തെ വിവേചിക്കുന്നവർക്ക് ഇതൊന്നും യാദൃശ്ചികമല്ലെന്നും ഇത് അന്ത്യകാലത്തിന്റെ അടയാളങ്ങളുടെ പൂർത്തീകരണമാണെന്നും തിരിച്ചറിയാൻ കഴിയും. കാരണം ഒരു പേരിലല്ലെങ്കിൽ മറ്റൊരു പേരിൽ ക്രൈസ്തവ പീഡനം അതിന്റെ മൂർധന്യത്തിലെത്തുന്ന നാളുകളിലാണ് വിശ്വാസി സമൂഹം ഇന്ന് ജീവിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികളായിരിക്കുന്നതിന്റെ പേരിൽ ജീവനും സ്വത്തും ആത്മാഭിമാനവും പണയപ്പെടുത്തി ജീവിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് പേർ. ഇറ്റാലിയൻ റിസർച്ച് ഗ്രൂപ്പിന്റെയും അമേരിക്കയിലെ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ റിസർച്ചിന്റെയും നേതൃത്വത്തിലുള്ള പഠനം പറയുന്നത് ഓരോ 3 മണിക്കൂറിലും ഒരു ക്രൈസ്തവൻ ലോകത്ത് കൊല്ലപ്പെടുന്നു എന്നാണ്. ലോകമെങ്ങുമുള്ള ക്രൈസ്തവരിൽ 78% പീഡനങ്ങൾക്ക് ഇരകളായി ഇന്ന് ജീവിക്കുന്നു. ഓപ്പൺ ഡോഴ്സിന്റെ 2020 വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം ഓരോ ദിവസവും 8 ക്രൈസ്തവർ ലോകത്ത് വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെടുന്നു. 182 പള്ളികൾ ദിവസവും ആക്രമിക്കപ്പെടുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലെ വിശ്വാസികൾ തിരിച്ചറിയേണ്ട സത്യം അവന്റെ നാമത്തെ പ്രതിയുള്ള ഈ പീഡനങ്ങൾ അവന്റെ വചനങ്ങളുടെ പൂർത്തീകരണം മാത്രമാണ് എന്നതാണ്. ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന കർത്താവിൽ നിന്നുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് രക്തസാക്ഷിത്വം എന്ന സമ്മാനം എന്നതും വിശ്വാസികൾ ഓർമ്മിക്കണം. പല വിശുദ്ധരും ആ സമ്മാനം ലഭിക്കുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അവർക്കത് ലഭിച്ചില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന അനേകം ക്രൈസ്തവർ രക്തസാക്ഷി മകുടം സ്വീകരിക്കുവാൻ സാധ്യത ഏറി വരുന്നു. ക്രൈസ്തവ മതപീഡനം അത്രയേറെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ആരെയെങ്കിലും ദ്രോഹിച്ചതിനാലല്ല പീഡനത്തിന് ഇരയാകുന്നത്, ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന ഒറ്റ കാരണത്താലാണ്. എന്തേ ക്രൈസ്തവരോട് ഇത്രയും ക്രൂരത? മറ്റൊന്നും കൊണ്ടല്ല, അവന്റെ നാമത്തെ പ്രതി, അതൊന്നുകൊണ്ട് മാത്രം. ഉത്ഥിതനായ യേശു തന്റെ ആണിപ്പാടുകളുള്ള കൈകൾ ശിഷ്യർക്ക് നേരെ നീട്ടിക്കാണിച്ചപ്പോൾ പറയാതെ പറയുന്ന ഒരു സത്യമുണ്ട്. ലോകത്തിന് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ഇത്രത്തോളമാണ്. ഞാനിതാ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രകടമായ ഈ അടയാളം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്?
ഇതാ പ്രാർത്ഥിക്കുവാനും അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനുമുള്ള സമയം ഇനി ഏറെയില്ല. മാനസാന്തരം നാളേക്ക് നീട്ടിവെച്ചാൽ ഇനിയൊരു അവസരം ലഭിക്കുമെന്ന് ഉറപ്പുമില്ല. വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിൽ 2 സാധ്യതകൾ മാത്രം: അവന് വേണ്ടി ജീവിക്കുക, വേണ്ടി വന്നാൽ അവന് വേണ്ടി മരിക്കുക. അവന്റെ വരവ് അടുത്തെത്തിയിരിക്കുന്നതിനാൽ ക്രൈസ്തവ പീഡനം ഇനിയും വ്യാപകമാകും. പീഡനങ്ങൾക്ക് മധ്യേ നിന്നുകൊണ്ട് അവന് സാക്ഷ്യം വഹിക്കുവാൻ വിശ്വാസികൾക്ക് കഴിയണം. വെളിപാട് 6-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്: അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യുവാൻ അങ്ങ് എത്രത്തോളം വൈകും? അവർക്ക് ഓരോരുത്തർക്കും ധവളവസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കുവാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. എണ്ണം തികയുമ്പോൾ രാജാവ് എഴുന്നള്ളും. ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെടാനിരുന്നവരുടെ ആ എണ്ണം തികയുമ്പോൾ, അതുകൊണ്ട് നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. ദൈവത്തിന്റെ നീതി ഒരുങ്ങിക്കഴിഞ്ഞു. ന്യായവിധിയുടെ തീക്കാറ്റ് ലോകത്തിന്മേൽ ആഞ്ഞടിക്കാൻ തുടങ്ങുന്നു. ഒരുങ്ങിയിരിക്കേണ്ട മണിക്കൂറുകൾ. ആ മണിക്കൂറുകളിൽ ക്രൂശിതന്റെ പാതയിലൂടെ, കുരിശിന്റെ വഴിയിലൂടെ നമുക്ക് യാത്ര തുടരാം. അന്ത്യകാലത്തെ ഈ പീഡകളുടെ കാലത്തെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ.